ഷാനവാസ് 8%, അനുമോൾ 19%, അക്ബർ 25%. Let's go! We are supporting അനീഷേട്ടാ. Guys, everybody, right now, everybody. Okay, എല്ലാരും guys ഇത് PR ഒന്നും അല്ല, 10 വയസ്സ് PR വാങ്ങിയിട്ട് ചെയ്യുന്നതല്ല. Guys, എല്ലാരും അനീഷിന് പോയിട്ട് വോട്ട് ചെയ്യണം. ഓക്കെ, ഈക്വൽ അനീഷ് തൂക്കണം, കപ്പ് അനീഷ് തൂക്കണം. ഓക്കെ, എല്ലാരും ഇതിൽ വോട്ട് ചെയ്തവരും ഇതിൽ സ്പാം ചെയ്തവരും കമന്റിൽ ഇടുന്നവരും ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞു ഇവിടെ വന്നിട്ട് ടൈപ്പ് ചെയ്തിട്ട് കാര്യമില്ല. ഇത് സാധനം റിസൾട്ട് ഉണ്ടാണെങ്കിൽ പോയി വോട്ട് ചെയ്യും. എല്ലാരും അനീഷിന് പോയിട്ട് ഇവിടെ വോട്ട് ചെയ്യാനല്ല. ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസിന് സപ്പോർട്ടുമായിട്ട് വേറെ യൂണിവേഴ്സിൽ നിന്നൊക്കെ തന്നെ ആൾക്കാർ വരുന്നു എന്നുള്ളത് ഭയങ്കര കൗതുകമുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഈ ഷോ എല്ലാത്തരം ഓഡിയൻസിന്റെ ഇടയിൽ ഭയങ്കരമായിട്ട് ഇപ്പോൾ ചർച്ചയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. സംഗതി ഒരു രസമൊക്കെ ഇപ്പോഴുണ്ട്. സോ നമ്മുടെ ഗെയിമിംഗ് യൂണിവേഴ്സിൽ നിന്ന് നമ്മുടെ തൊപ്പി അനീഷിന് സപ്പോർട്ടായിട്ട് വന്നിരിക്കുകയാണ്. ഓരോരുത്തർക്ക് അവരവരുടേതായിട്ടുള്ള പേഴ്സണൽ ഫേവറേറ്റ്സ് ഒക്കെ ഉണ്ട്. സോ നമുക്ക് നോക്കാം അല്ലേ ആരായിരിക്കും ജയിക്കുക എന്നുള്ളത്. ഇത്തവണ ബിഗ് ബോസ് ഓഡിയൻസ് എന്ന് പറയുന്നത് ഈ ഷോ കട്ടയ്ക്ക് കാണുന്ന ഓഡിയൻസ് ഉണ്ട്, ഇടയ്ക്ക് കണ്ടുപോകുന്ന ഓഡിയൻസ് ഉണ്ട്, അവസാനമൊക്കെ ആകുമ്പോൾ മാത്രം കാണുന്നവരുണ്ട്, റീൽസ് മാത്രം കാണുന്നവരുണ്ട്, ലൈവും എപ്പിസോഡ് എല്ലാം കാണുന്നവരുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള ഓഡിയൻസ് ആണ് ഈ ഷോയ്ക്കുള്ളത്. സോ ഇപ്പോ നമ്മുടെ തൊപ്പി വന്ന് പറഞ്ഞിരിക്കുകയാണ് അനീഷ് പിന്നെ കപ്പ് തൂക്കണം എന്നാണ് തൊപ്പി പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റുകൾ ചെയ്യുന്ന എല്ലായിടങ്ങളിലും ലീഡ് ചെയ്ത് നിൽക്കുന്നത് അനുമോളാണ്. പേഴ്സണലി എന്റെ അഭിപ്രായത്തിൽ അനീഷും അനുമോളും ഒരുപോലെ സീസണിൽ വിൻ ചെയ്യാൻ ഡിസർവിംഗ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് തന്നെയാണ്. പക്ഷേ പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നേറുക എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോയിൽ വ്യക്തിപരമായ എന്റെ അഭിപ്രായത്തിൽ ഒരു പടി മുകളിൽ നിൽക്കുന്നയാള്, വിന്നറാകാനുള്ള അനീഷിനേക്കാൾ ഒരു പൊടിക്ക് മുകളിൽ നിൽക്കുന്നയാൾ എനിക്ക് തോന്നിയിട്ടുള്ളത് അനുമോളെയാണ്. സോ നമുക്ക് നോക്കാം ആരാണ്. അനീഷ് ജയിച്ചാലും അനുമോൾ ജയിച്ചാലും നമുക്ക് സന്തോഷമാണ്. പക്ഷേ അർഹരായത് ആരെന്ന് ചോദിച്ചാൽ വ്യക്തിപരമായിട്ട് ഒരു പടി മുകളിൽ നിൽക്കുന്ന ആൾ അനുമോൾ തന്നെയാണെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. കാരണം അത്രത്തോളം പ്രതിസന്ധികളെയും കൂട്ടമായ ആക്രമണങ്ങളെയും അല്ലെങ്കിൽ വെല്ലുവിളികളെയും ഒക്കെ തരണം ചെയ്തിട്ടാണ് അനുമോൾ നിൽക്കുന്നത്. അനുമോൾ നേരിട്ട വെല്ലുവിളികളുടെ പകുതി പോലും അവിടെ ആർക്കും നേരിടേണ്ടി വന്നിട്ടില്ല. അനീഷിനേക്കാൾ വെല്ലുവിളി പക്ഷേ എനിക്ക് തോന്നുന്നു അക്ബറിനും നെവിനും പോലും ഉണ്ടായിരുന്നു. അനീഷ് ഭാഗ്യം കൊണ്ട് അനീഷിന് ഒരുപാട് വെല്ലുവിളികൾ ബിഗ് ബോസിനകത്ത് നേരിടേണ്ടി വന്നിട്ടില്ല. പക്ഷേ അത്യാവശ്യം നല്ലൊരു കണ്ടസ്റ്റന്റ് ഒക്കെയാണ്. ബട്ട് അനുമോളുടെ കേസിൽ അനുമോളുടെ നെഗറ്റീവ്സ്, കൂതറ സ്വഭാവം നമ്മൾ കണ്ടിട്ടുണ്ട്, അനുമോളുടെ നല്ല ക്യാരക്ടേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ റിയൽ ആയിട്ട് നിന്ന് പ്രതിസന്ധികളെ തരണം ചെയ്ത ഒരു കണ്ടസ്റ്റന്റ് എന്ന നിലയിൽ വ്യക്തിപരമായ എന്റെ അഭിപ്രായത്തിൽ ഒരു പടി മുകളിൽ അനീഷിനേക്കാൾ മുകളിൽ തന്നെയാണ് അനുമോളാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി ആര് ജയിക്കും, അതായത് ഇത്തവണ പല യൂണിവേഴ്സിൽ നിന്നുള്ള ആൾക്കാർ കൂടി വന്ന മത്സരത്തിൽ പങ്കെടുക്കുന്ന സ്ഥിതിക്ക് പുറത്തെ ഓഡിയൻസിന്റെ മത്സരത്തിൽ ആര് കപ്പടിക്കും എന്നുള്ളതാണ് കാണേണ്ടത്. നമ്മുടെയൊക്കെ കമ്മ്യൂണിറ്റി പോളുകളിൽ മുന്നിട്ട് നിൽക്കുന്നയാൾ അനുമോളാണ്. ഇന്ന് രാവിലെ ഇട്ട കമ്മ്യൂണിറ്റി പോളിൽ പോലും 70% വോട്ടുമായിട്ട് വളരെ എതിരാളികളിൽ നിന്ന് വളരെ മുന്നിലാണ് അനുമോൾ നിൽക്കുന്നത്. രണ്ടാം സ്ഥാനത്ത് ആണ് നമ്മുടെ അനീഷിന് 20% പ്രേക്ഷകരുടെ പിന്തുണയാണ് നിലവിലുള്ളത്. സോ ബിഗ് ബോസിന്റെ 7ാം സീസൺ ആവേശകരമായിട്ടുള്ള ഒരു അവസാന ഘട്ടത്തിലേക്ക് ഇപ്പോൾ കടക്കുകയാണ്. 97 ദിവസങ്ങൾ പിന്നിട്ട ബിഗ് ബോസിലെ പല കാര്യങ്ങളും അവസാന നിമിഷം മാറി മറിയുന്നത് നാം കണ്ടതാണ്. അന്തിമ പട്ടികയിൽ ഗ്രാൻഡ് ഫിനാലയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർ 5 പേർ മാത്രമാണ്. 7 പേരിൽ നിന്ന് ആദിലയും പിന്നാലെ നൂറയും പുറത്തായി എന്നുള്ള ലഭ്യമായിട്ടുള്ള വിവരം. ഇതോടെ മത്സരം വാശിയേറുകയാണ്. മുൻ സീസണുകളിൽ നിന്ന് മാറി വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇക്കുറി ബിഗ് ബോസിലുള്ളത്. അതാണ് ആർക്കും കൃത്യമായിട്ടുള്ള ഒരു ഭൂരിപക്ഷം ഇല്ല എന്നുള്ളത്. പല സീസണുകളിലും കൃത്യമായിട്ടുള്ള കിരീട വിജയമാവാൻ കെൽപ്പുള്ള 2-3 പേരുടെ പട്ടിക ഉണ്ടാവുമായിരുന്നു. എന്നാൽ ഇക്കുറി അത്തരം ഒരു സാഹചര്യം തന്നെയില്ല. മറിച്ച് ആർക്ക് വേണമെങ്കിലും കിരീടം നേടാമെന്നും ആര് വേണമെങ്കിലും പുറത്താകാം എന്ന ഒരു നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ വന്നെത്തിയത്. എന്തായാലും നാളെയാണ് എല്ലാവരും കാത്തിരിക്കുന്ന ആ ഒരു ഗ്രാൻഡ് ഫിനാലെ നടക്കാനിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് വെച്ചാൽ വോട്ടിംഗ് ഇന്ന് രാത്രി വരെ ഉണ്ടാകൂ. തുടർന്ന് ഗ്രാൻഡ് ഫിനാലയുടെ ഷൂട്ട് നടക്കും. നിലവിൽ അനുമോളും അനീഷും ഷാനവാസും നെവിനും അക്ബർ എന്നിവരാണ് അന്തിമ 5-ൽ ഇടം പിടിച്ച ആളുകൾ. ഇവരിൽ ആർക്ക് വേണമെങ്കിലും ഇത്തവണത്തെ ബിഗ് ബോസിൽ കപ്പുയർത്താം. എന്നാൽ ബിഗ് ബോസിലെ അനുവിന് നേരെ നടക്കുന്ന കൂട്ടാക്രമണവും അനാവശ്യ വിവാദങ്ങളും എതിർത്തുകൊണ്ട് ചില ആരാധകരും രംഗത്ത് വന്നിട്ടുണ്ട്. അത്തരത്തിലെ ഒരാൾ ഫേസ്ബുക്കിൽ കുറിച്ച ഒരു കുറിപ്പാണ് ഇപ്പോൾ വൈറലാകുന്നത്. അനുമോൾ വളരെയധികം ബുദ്ധിമുട്ടി ഈ നിലയിലേക്ക് എത്തിയ ആളാണ് എന്നാണ് അതിൽ പറയുന്നുണ്ട്. അത് മാത്രവുമല്ല, അനുവിന് വെറും PR കൊണ്ടുള്ള വോട്ട് മാത്രമല്ല കിട്ടുന്നതെന്നും ആ ഒരു കുറിപ്പിൽ പറയുന്നുണ്ട്. BB സീസൺ 7-ലെ 25 കണ്ടസ്റ്റന്റും ഫാമിലിക്കും അനുവിന്റെ PR കാരണം സൈബർ ബുള്ളിങ് ഇപ്പോൾ അനുമോൾ ആൻഡ് അവളുടെ ഫാമിലിയുടെ അവസ്ഥ എന്താണ്? ഫ്ലവേഴ്സ് ചാനലിൽ സ്റ്റാർ മാജിക് വന്ന് നല്ലൊരു പേര് സമ്പാദിച്ച ഒരു പെൺകുട്ടി, കുടുംബം നോക്കാൻ വളരെ കഷ്ടപ്പെട്ട് ഇതുവരെ എത്തിയവൾ, ഒരു ബിഗ് ബോസിൽ വന്നതിന്റെ പേരിൽ എന്തൊക്കെ കേൾക്കണം, അനുഭവിക്കണം. ശരിക്കും അത് സത്യമാണല്ലേ? നമ്മള് ഈ ഒരു ബിഗ് ബോസിൽ അനുമോൾ വന്നതിന് ശേഷമാണ് അനുവിന് എന്തെല്ലാം കേൾക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ വന്നിരിക്കുന്നത്. സ്റ്റാർ മാജിക്കിൽ നമ്മൾ കണ്ട അനു അല്ല, അതായത് ആ ഒരു അനുവിനെ കുറിച്ചല്ല ഇപ്പോൾ സോഷ്യൽ മീഡിയയിലായാലും അകത്തും കൂടെയുള്ള സഹ മത്സരാർത്ഥികൾ വരെ ഈ ഇത്തരത്തിൽ അനുവിനെ ഡീഗ്രേഡ് ചെയ്യുന്ന പല സംഭവങ്ങൾ തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. അവിടെ നിൽക്കുന്ന ഏതെങ്കിലും ഒരാൾക്ക് അനുവിനെ നെഗറ്റീവ് പറയാൻ എന്ത് യോഗ്യതയാണുള്ളത്? ശരിയാണ്, അക്ബർ പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങൾ തന്നെ കണ്ടതാണ്, കേട്ടതാണ്. ശരിക്കും അവിടെ അനുവിന് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന കുറച്ച് കണ്ടസ്റ്റൻസ് ഉണ്ടല്ലോ, ആദില, നൂറ, അക്ബർ, ഇവരൊക്കെ പറയുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ വെറും പ്രഹസനങ്ങൾ മാത്രമാണ് തോന്നാറുള്ളത്. അനുവിനെ എങ്ങനെയെങ്കിലും ഡീഗ്രേഡ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രം. കാരണം ഫൈനലിൽ അനു തന്നെയാണ് കപ്പ് ഉയർത്തുക എന്നുള്ള ഒരു ഭയം കൊണ്ടാണോ എന്നറിയില്ല.
എന്തായാലും പോകുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസം ആദില പുറത്തുവിട്ട ഒരു ബോംബാണ് ഈ ഒരു കഴിഞ്ഞ ദിവസത്തില് ആ ഒരു BB ഹൗസിൽ വലിയ രീതിയിൽ പ്രശ്നമാവുന്നത്. അനു കരച്ചിലൊക്കെ നിർത്തിയതാണ്. പക്ഷെ സങ്കടം സഹിക്കാൻ വയ്യാതെ തന്നെയാണ് അനുമോൾ അത് താൻ പറഞ്ഞ സത്യമാണെന്ന് സ്ഥാപിക്കുന്ന രീതിയിൽ പല രീതിയിൽ അത് പല ഓടി നടക്കുന്നതാണ് നമ്മൾ ആ ഒരു വീഡിയോയിൽ കാണുന്നത്. ബിൻസി പറഞ്ഞത്, ആദില പറഞ്ഞത്, നൂറ പറഞ്ഞത്, ശൈത്യ പറഞ്ഞത്, അങ്ങനെ ഓരോരുത്തരും പറഞ്ഞത് ജനങ്ങൾ കണ്ടതാണ്. ആദില പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, PR-നാണോ പ്രേക്ഷകർക്കാണോ ശക്തി എന്ന് മനസ്സിലാക്കുമെന്ന്. പ്രേക്ഷകർ തന്നെയാണ് അനുവിന് വോട്ട് ചെയ്യുന്നത്. PR-ന് എത്ര വോട്ട് വാങ്ങാൻ കഴിയും? അങ്ങനെ വാങ്ങാൻ കഴിയുന്ന വോട്ടൊക്കെ അക്ബറും വാങ്ങുന്നുണ്ട്. ഇത് എല്ലാവരും അനുവിന് പിന്നിൽ നിന്ന് കുത്തിയതിന് ജനങ്ങൾ നൽകുന്ന മറുപടിയാണ്. ശരിക്കും ഇപ്പോൾ അനുവിന് PR ഉണ്ടെങ്കിൽ ഓൾമോസ്റ്റ് അവിടെ എല്ലാവർക്കും PR ഉണ്ട് എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. എന്തായാലും ഒരാൾ മാത്രം PR-ന്റെ ബലത്തിൽ വരുന്നില്ല അല്ലെ. ഈ വരുന്ന ഇത്രയും വന്ന സീസണുകളിൽ PR എന്ന് പറഞ്ഞാൽ പബ്ലിക് റിലേഷൻ ആണ് PR എന്ന് പറയുന്നത്. ആ ഒരു PR-നെ കുറിച്ചാണ് ഈ ഒരു സീസണിൽ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായത്. അത് ഏറ്റവും കൂടുതൽ വിമർശനം കേട്ടത് അനുമോളാണ്. ശൈത്യം വന്ന് അനുവുമായിട്ട് സൗഹൃദത്തിലായിരുന്നുവെങ്കിൽ, അനു നൂറയും അനുവിനെ തള്ളി പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ അനീഷ് ആകുമായിരുന്നു വിജയം. അങ്ങനെയായിരുന്നെങ്കിൽ അക്ബർ 2ാം സ്ഥാനം വരുമായിരുന്നു. എന്നാൽ നിങ്ങൾ എല്ലാവരും ചെയ്ത അതേ തെറ്റുകൾ ഒരാളിൽ മാത്രം ചാർത്താൻ നോക്കി. അവിടെ പരാജയപ്പെട്ടത് നിങ്ങൾ തന്നെയായിരുന്നു. അക്കാര്യം ഇറങ്ങുമ്പോൾ ഓരോരുത്തരും മനസ്സിലാക്കും. അല്ലാതെ എന്ത് ചെയ്താലും PR എന്ന് കരുതിയിട്ട് ഒരു കാര്യവുമില്ല. ശരിയാണ്, ആദില പോയതിന്റെ മെയിൻ കാരണം എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഒന്നും ആരും പറയേണ്ട ആവശ്യമില്ല. അതിന് പിന്നാലെയാണ് ഇപ്പോൾ നൂറ എവിക്റ്റ് ആയി എന്നുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നത്. അതും എന്താണ്, കഴിഞ്ഞ ദിവസം നൂറ കളിച്ച കളി. ഇനി അക്ബർ ആയിരിക്കും ഒരു പിന്നിലാകാനുള്ള സാധ്യത. എന്തായാലും വിജയ് ഏകദേശം നമുക്കറിയാം, അനുമോൾ എന്ന് പറയുന്നത് സ്റ്റാർ മാജിക്കിലൂടെ വന്നതാണ്. PR-ന്റെ ബലമില്ലാതെ തന്നെ, അതായത് സ്റ്റാർ മാജിക്കിന്റെ ഫാൻസ് തന്നെ ഒരുപാടുണ്ട്. ആ ഒരു ടൈമില് അനുമോൾ തന്റെ പേര് നല്ലോണം സമ്പാദിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു പേര്, അതായത് ആ ഒരു ഫെയിം വെച്ച് അനുമോൾ തന്നെ കപ്പുയർത്തുമെന്നുള്ള ഒരു പേടിയാണ് ഇവർക്കുള്ളത്. അതുകൊണ്ടാണ് PR-ന്റെ പേരും പറഞ്ഞ് അനുവിനെ ഡീഗ്രേഡ് ചെയ്യാൻ നോക്കുന്നത്. അതും ഹൗസിനകത്ത് വെച്ച്, ഹൗസിന് പുറത്ത് അല്ല, ഹൗസിനകത്ത് വെച്ച് സഹ മത്സരാർത്ഥികൾ ചെയ്യുന്ന ഓരോ വേലകളും നമ്മൾ കാണുന്നുണ്ട്. നമുക്കറിയാം, ഫിനാലെ ദിവസം ഇങ്ങനെ അടുത്ത് വന്നിരിക്കുകയാണ്. എന്നിട്ടും ബിഗ് ബോസ് വീട്ടിലെ കണ്ണീരും നാടകവും ഒന്നും തീർന്നിട്ടില്ല. ഒരു വശത്ത് അനുമോളും മറുവശത്ത് അക്ബറുമാണ് കരച്ചിൽ നടത്തുന്നത്. അക്ബർ പറയുന്നത് അനുമോളുടെ PR പുറത്ത് തന്റെ കുടുംബത്തെ വരെ ആക്രമിക്കുന്നു എന്നാണ് അക്ബർ ആരോപിക്കുന്നത്. പ്രേക്ഷകരിൽ ഒരു വിഭാഗം ആളുകൾ അനുമോളെ പിന്തുണയ്ക്കുമ്പോൾ മറുപക്ഷം അക്ബറിന്റെ പിന്തുണയുമായി എത്തുന്നവരുമുണ്ട്. എന്നാൽ അക്ബറിന്റെ കരച്ചിൽ നാടകമാണ് എന്നാണ് ഫാൻസിൽ ചിലർ പറയുന്നത് തന്നെ. അക്ബറിന്റെ കരച്ചിൽ നാടകം തുടരുന്നു. ആദിലയും ശൈത്യയും അനുമോൾക്കെതിരെ കളിക്കാൻ ഇവനോട് കുറച്ച് കള്ളക്കഥ പറഞ്ഞു കൊടുത്തപ്പോൾ തുടങ്ങിയ മോങ്ങലാണ്. അനുമോൾ PR-ന്റെ കുടുംബത്തെ ആക്രമിക്കുന്നു, എനിക്ക് ഏഷ്യാനെറ്റിൽ ഇഷ്ടക്കാരാരുമില്ല, എല്ലാവരും പോലെയാണ് ഞാൻ, ഏഷ്യാനെറ്റിൽ ഇവന് മറ്റുള്ളവരെ പോലുള്ള അടുപ്പം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് കരഞ്ഞു മെഴുകുന്ന ഇവൻ ഇന്നേ നിമിഷം വരെ ബിഗ് ബോസ് ഷോ ഡയറക്ടർ എന്റെ കൂട്ടുകാരനാണ്, ആ ബന്ധം വഴിയാണ് ഞാൻ ബിഗ് ബോസിൽ എത്തിയതെന്ന് തുറന്നു പറയുന്നില്ല. അനുവിന്റെ PR വീട്ടുകാരെ ആക്രമിക്കുന്നു, ഇവൻ ഇതെങ്ങനെയാ പറഞ്ഞു എന്നാണ് പറയുന്നത്. എവിക്റ്റായി പോയവർ അവൻ ഹൗസിൽ തിരിച്ചു വരുന്നത് പല ലക്ഷം വെച്ചാണെന്ന് ഇവൻ അറിയാത്തതൊന്നുമല്ല. എന്നിട്ട് ഇവൻ അപ്പാണ് വിശ്വസിച്ചു. മോങ്ങൽ നാടകമാണ്. അനുവിന്റെ PR നിന്റെ കുടുംബത്തെ ആക്രമിക്കുന്നുണ്ടെങ്കിൽ നീ പുറത്തിറങ്ങി സത്യമാണ് നിയമ നടപടി സ്വീകരിക്കാം. അല്ലാതെ നിനക്കൊപ്പം തന്നെ പുറം ലോകവുമായി ബന്ധമില്ലാതെ ഹൗസിൽ നിൽക്കുന്ന അനു എന്ത് ചെയ്യാനാണ്? അനുമോളുടെ PR ചെയ്യുന്ന പണി എല്ലാം അറിഞ്ഞ നീ നിന്റെ ആൽബം ഇറക്കുന്നു എന്ന പേരിൽ നിന്റെ വീട്ടുകാർ ലക്ഷങ്ങൾ മുടക്കി PR ആഗോള സംഗമം നടത്തിയത് നീ അറിഞ്ഞില്ലേ? സാധാരണ സംഗീതവുമായി ബന്ധപ്പെട്ട പരിപാടികൾ, അതുമായി ബന്ധമുള്ളവരാണ് അതിഥിയായി വരുന്നത്. ഈ പരിപാടികൾ വന്നിട്ടുള്ള ഒരു ഭൂരിഭാഗവും മുൻ ബിഗ് ബോസ് കണ്ടസ്റ്റന്റും ഇത്തവണ എവിക്റ്റായി പോയവരും യൂട്യൂബർമാരും ഒക്കെയല്ലേ. നിന്റെ സൽക്കാരം സ്വീകരിച്ച ഇവരെല്ലാം ഇനി നിനക്ക് അനുകൂലമായല്ലേ നിൽക്കും. ആ സൽക്കാരം സ്വീകരിച്ച പലരുമല്ലേ ഇപ്പോൾ തിരിച്ച് ഹൗസിൽ വന്നിട്ടുള്ളത്. അവർ നിന്നെ വെള്ള പൂശിയല്ലേ നിൽക്കുന്നത്. അവർക്ക് അതേ പറ്റൂ. ഉണ്ട ചോണ്ട് നന്ദി കാണിക്കട്ടെ. അക്ബറെ, നിനക്കാണ് അവിടെ ഏറ്റവും കൂടുതൽ PR ഉള്ളത്. ഒരു ഷോ ജയിക്കാൻ വേണ്ടി ഇത്രയും പണം ഹൗസിൽ ആരും മുടക്കിയിട്ടില്ല. നിന്റെ വീട്ടുകാർ ഒരുപാട് പേരുടെ നാക്കുകളും വിലക്കെടുത്തിട്ടുണ്ട്. നീ PR എന്ന് അനുവിനെ ആക്ഷേപിച്ചുകൊണ്ട് നീ മറയ്ക്കാൻ നോക്കുന്നത് നിന്റെ പുറത്തെ PR കുട്ടങ്ങളെയും നിന്റെ ബിഗ് ബോസിനകത്തെ ബന്ധങ്ങളെയുമാണ്. അത് മറയ്ക്കാൻ ഈ കള്ളക്കരച്ചിൽ മതിയാകില്ല. അരി ആഹാരം കഴിക്കുന്നവർക്കറിയാം നിന്റെ വക്രബുദ്ധി. ശരിക്കും BB ഹൗസിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടക്കുന്ന ആ ഒരു വീഡിയോ ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാലേ, ഏത് രീതിയിലും അനുവിനെ ഡിഗ്രേഡ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഫൈനൽ കപ്പിലേക്ക് അനു എത്തരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പലതും നടക്കുന്നത്. ആദിലയും നൂറയൊക്കെ ഉറ്റ സുഹൃത്തുക്കളായിരുന്നു ആരുടെ, അനുമോളുടെ. പക്ഷെ പിന്നിൽ നിന്ന് കുത്തിയവരുടെ എണ്ണത്തിൽ അവരും പെട്ടു അല്ലെ. ശൈത്യ, ബെൻസി, അതുപോലെ തന്നെ ഇപ്പൊ ആദില നമുക്കറിയാം, കാണുമ്പോ അപ്പൊ മറുകണ്ഠം ചാടുന്ന ഒരു വ്യക്തിയാണ് ആദില. അതിനോടൊപ്പം തന്നെ ഇപ്പൊ ആദില നൂറയോട് പറഞ്ഞിട്ട് പോയതാണോ എന്നറിയില്ല. എന്തായാലും ഈ പറഞ്ഞതിന്റെയൊക്കെ ഒരു ഫലമാണ് ഇപ്പോൾ നൂറ എവിക്റ്റഡ് ആയി എന്നുള്ള ആ ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നത്.